ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ ബാറ്ററിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഓൾറെഡി 2 years ആയി. അപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ ഇപ്പോൾ ചാർജ് നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബാറ്ററി മാറ്റുവാണ്. നമുക്ക് വന്നിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഓൺ ഓഫ് വരുന്നിരുന്നു, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് വന്നിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ എറേഴ്സ് അടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ടേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്ത ഇഷ്യൂസും ബ്രേക്ക് ഫോൾട്ടൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഏറ്റവും നമുക്ക് ഒരു ആദ്യമായിട്ട് ഇമ്മീഡിയറ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയാണ്. ബാറ്ററി ഇത്തിരി പഴയതാണ്. ഇപ്പോൾ നമ്മുടെ വെഹിക്കിളിനൊപ്പം വന്നേക്കുന്ന ബാറ്ററിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ കാണിച്ചു തരാം. 34B20 LMF എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് ചെയ്തേക്കുന്ന 33AH ആണ് എഴുതിയേക്കുന്നത്. ഓക്കെ, 12 വോൾട്ട് 33AH എന്ന് എഴുതിയേക്കുന്നത്. നിസാനിന്ന് എഴുതിയേക്കുന്നത് ജസ്റ്റ് ഡൗണിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻജിൻ എന്താണ് ബ്രേക്ക് ഫോൾട്ട്, അങ്ങനെ TCS ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്, നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അപ്പോൾ ചെയ്യാനുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതൊരു ഇനീഷ്യൽ ചെക്കിംഗ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ബാറ്ററി വാട്ടർ നോക്കണം. ബാറ്ററി വാട്ടർ നോക്കണമെങ്കിൽ ഇപ്പോൾ 2 rupees 1 rupee കോയിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പ് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ക്യാപ്പ് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പ് റിമൂവ് ചെയ്യാം. ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ കണ്ട ഇതിനകത്ത് ബാറ്ററി വാട്ടർ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് കണ്ട ആ ഗ്ലേസിങ്, ആ റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ബാറ്ററി വാട്ടർ ഓൾറെഡി ഉണ്ട്. ബാറ്ററി വാട്ടറിൻ്റെ ഇഷ്യൂ അല്ല. ഓക്കെ, അപ്പോൾ ഒരു ടെർമിനലുണ്ടെങ്കിൽ മിക്ക ടെർമിനൽ ഉണ്ടാവാനാണ് പോസിബിലിറ്റി. ഇനി ഒരു ടെർമിനലും കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ക്യാപ്പും കൂടി റിലീസ് ചെയ്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ക്യാപ്പും കൂടി ഒന്ന് റിലീസ് ചെയ്തിട്ട് നോക്കുകയാണ്. ഇതും കൂടി നോക്കിയപ്പോൾ ഇതിനകത്തും ഉണ്ട് കണ്ടോ, ഇല്ലെങ്കിൽ ഗ്ലേസിങ് ഉണ്ടാവില്ല, നമ്മുടെ സെൽസൊക്കെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി വാട്ടറിന് ഷോർട്ടേജ് അല്ല, അപ്പോൾ മിക്കവാറും ബാറ്ററിയുടെ ഫോൾട്ട് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളിപ്പോൾ നോർമലി വെഹിക്കിളിനൊപ്പം വരുന്ന ബാറ്ററീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 year വാറണ്ടി ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇയർ പ്രോറേറ്റ് ആയിരിക്കും. പ്രോറേറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മേടിക്കുന്ന ബാറ്ററീൻ്റെ ഇത്ര പെർസെൻറ്റേജ് കുറയും എന്നുള്ളൊരു കൺസെപ്റ്റാണ് പ്രോറേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 year വാറണ്ടിയും 1 year പ്രോറേറ്റ ബേസിസിലും ആയിരിക്കും. ഓക്കെ, അതായത് ആ 1 year പ്രോറേറ്റ എന്ന് പറഞ്ഞാൽ എത്ര മന്ത്സ് ആയിട്ടുണ്ടോ അത് അവരുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം പുതിയ ബാറ്ററിയുടെ MRPന്ന് അത്രയും പെർസെൻറ്റേജ് കുറഞ്ഞ് കിട്ടും. അതാണ് പ്രോറേറ്റ വരുന്നത്. ഇപ്പോൾ ഏതായാലും നമ്മുടെ ബാറ്ററി ഓൾറെഡി 2 years ആയി. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടു 33AH ആണ്. അതേപോലെ മോഡൽ നമ്പറും കണ്ടു. ഇപ്പം നമുക്ക് ഇതിന് മാറ്റാൻ പറ്റിയത് നോൺ ടർബോ AMT ആയത് കാരണം നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റിയത് 35AHൻ്റെ ബാറ്ററിയാണ്. 35AHൻ്റെ ബാറ്ററി എക്സൈഡിൻ്റെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആമറോൺ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് SF സോണിക്. ഈ 3 മെയിൻ ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏതൊക്കെയാണ് മോഡൽ നമ്പർ ഉള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ SF സോണിക്കിനെയാണ് മേടിച്ചേക്കുന്നത്. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് വച്ചേക്കുന്നത്. ഇത് 35AHൻ്റെ ബാറ്ററിയാണ്. സീരീസ് 65 4W സീരീസ് 66 എന്ന് പറഞ്ഞുള്ള വേരിയൻ്റാണ് വച്ചേക്കുന്നത്. ഇതിനകത്ത് 30 months വരെ ഫ്രീ റീപ്ലേസ്മെൻ്റ് ആണ്, അതായത് 2.5 years. ബാക്കിയുള്ള മന്ത്സൊക്കെ നമുക്ക് പ്രോറേറ്റയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ബാറ്ററീസാണ് ചൂസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒരെണ്ണം എക്സൈഡ്, ഒരെണ്ണം SF സോണിക്, പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആമറോൺ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ബാറ്ററിയുടെ മോഡൽ വരുന്ന 38B20L എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. കാരണം നമുക്ക് 33AH ആണോ വെഹിക്കിളിനൊപ്പം വന്നേക്കുന്നത്. 33AH മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതിൻ്റെ സെയിം ഡയമെൻഷനിൽ തന്നെ നമുക്ക് 38BL20 എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഓക്കെ, അത് 3നും ഉണ്ട്. അതായത് എക്സൈഡിനുണ്ട്, SF സോണിക്കിനുണ്ട്, ആമറോണിനുണ്ട്. 3നും ആ പെർട്ടിക്കുലർ 35AHൻ്റെ ബാറ്ററി ഉണ്ട്. നിങ്ങൾക്ക് ടർബോ പെട്രോൾ ആണെങ്കിൽ 55AHലേക്കൊക്കെ ഷിഫ്റ്റ് ആവും. ഇതിപ്പോൾ നോൺ ടർബോ AMT ആയതുകൊണ്ടാണ്. നോൺ ടർബോ വെഹിക്കിൾസിനൊക്കെ എനിക്ക് തോന്നുന്നു 35AH വരെ മതിയാവും. അപ്പോൾ 35AHൻ്റെ ബാറ്ററി SF സോണിക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
SF സോണിക്കിന് നമുക്ക് പഴയ ബാറ്ററി എടുത്തതിന് ശേഷം അവർ എമൗണ്ട് പറഞ്ഞ് 2500 ആണ് മാർക്കറ്റിൽ പറഞ്ഞ്. ആ സമയം എക്സൈഡ് ആകുമ്പോഴത്തേക്കും അത് 3000 ആവും. പിന്നെ ആമറോണിൻ്റെ 2 ഓപ്ഷൻസ് പറഞ്ഞു. ആമറോണിൻ്റെ ഒരു നോർമൽ ബാറ്ററിക്ക് ഒരു 2650 പറഞ്ഞത്. എല്ലാ ബാറ്ററിയുടെ പ്രൈസും നമുക്ക് എക്സ്ചേഞ്ച് എടുത്തിട്ടുള്ള പഴയ ബാറ്ററി എക്സ്ചേഞ്ച് എടുത്തിട്ടുള്ള റേറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 2650 പറഞ്ഞു. പിന്നെ കുറച്ചും കൂടി വാറണ്ടി കുറഞ്ഞുണ്ട് 2350 എന്ന് പറഞ്ഞു ആമറോൺ ബ്രാൻഡിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ എക്സൈഡ് അല്ലെങ്കിൽ SF സോണിക്ക്. SF സോണിക്ക് ഇപ്പോൾ സപ്പോർട്ടും കംപ്ലീറ്റ് എക്സൈഡിൻ്റെ തന്നെ ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും ലോവസ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് SF സോണിക്ക് 2500 എനിക്ക് ആയിട്ടുള്ളൂ. ഇൻക്ലൂഡിങ് ഫിക്സിങ് അടക്കം 2500 നമുക്ക് വന്നു. നമ്മുടെ ഷോറൂമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് ഹൈ ആണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പുറത്തുനിന്ന് വയ്ക്കാം, എന്തായാലും റേറ്റ് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് 2500 SF സോണിക്കിന് ആയിട്ടുള്ളൂ. എക്സൈഡ് ആണെങ്കിൽ സെയിം തന്നെ 3000 ആയിരുന്നു. ഒരു 500 റുപ്പീസിൻ്റെ വേരിയേഷൻസേ വന്നിട്ടുള്ളൂ. വാറണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ SF സോണിക്ക് വച്ചിരിക്കുന്നത്. നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക് വോൾട്ടേജ് കുറവായതിൻ്റെ സ്റ്റാർട്ടപ്പ് ആകുമ്പോഴത്തേക്കും കുറേ ഇഷ്യൂസും കുറേ ഇതൊക്കെ ത്രോ ചെയ്തിരുന്നു. അതൊന്നുമില്ല. ഇപ്പോൾ ഓപ്ഷൻ ഇപ്പോൾ നോർമലായിട്ട് വെഹിക്കിൾ അങ്ങനെ സ്റ്റാർട്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന് ലൈക്ക് ബട്ടൺ അടിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.